ഇന്നത്തെ ചിക്കൻ കറി അത്ര ഭംഗിയല്ലെങ്കിലും ഒരു ബ്രൗൺ കളർ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഞാൻ ചട്ടിയിലിട്ട് കുറച്ച് വാർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കറിവേപ്പില ഇട്ടു. മസാലകളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി അതിനെ ഞാൻ അരച്ചു. മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചതിന് ശേഷം മാറ്റി വെച്ചു. എന്നെങ്കിൽ ഞാൻ ചട്ടിയിൽ വീണ്ടും ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ച് താളിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഞാൻ നന്നായിട്ട് വറുത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കും. ദെൻ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കും. അതിനുശേഷം ഞാൻ നന്നായിട്ട് വഴറ്റും. കണ്ടോ, എനിക്കിങ്ങനെ വഴറ്റുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണേ. കണ്ടോ, കുറച്ച് ഉപ്പും കൂടെ ഇടുക. അതിൻ്റെ കൂട്ടത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടത്. അതും കൂടി നന്നായിട്ട് അതിൻ്റെ കൂട്ടത്ത് നല്ല വയറ്റി എടുക്കും. അതിനുശേഷം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ട് കുഞ്ഞു ക്യൂബ്സ് ആയിട്ടിട്ടു അരിഞ്ഞ് ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് ഇട്ടു. ഇതിന് ശേഷം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇത് 1 kg ഉണ്ട്, ചിക്കനും കൂടി ഞാൻ അതിനകത്തോട്ടിട്ടു. ഇതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കണ്ടില്ലേ, ഈ അരപ്പ് അതിലേക്ക് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. തേങ്ങ നന്നായിട്ട് വറുത്തത് കൊണ്ടാണ് എൻ്റെ ഈ അരപ്പിന് ഈ കളർ കിട്ടിയത്. ശേഷം ഇത് കണ്ടില്ലേ, ഇതുപോലെ ആ അരപ്പിനെ നമ്മുടെ ചിക്കനിലും ഉള്ളിയും ഒക്കെയുള്ള എല്ലാം മിക്സാക്കിയിട്ട് നമ്മളെടുത്ത് വെക്കണം. ഇതിന് ശേഷം ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതും നന്നായിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂട്ടത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. കുക്കിങ്ങിൽ എനിക്ക് വലിയ പ്രാവീണ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് ആഗ്രഹമായിരുന്നു ഒരു ചിക്കൻ കറി നന്നായിട്ട് വെക്കണം എന്ന്. ഇതിന് ശേഷം ഞാൻ ഒരു അലുമിനിയം അടപ്പ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതാണ് ചിക്കൻ കറി. കുറച്ചും കൂടി വേവാനുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു വിഭവമാണ് ഇത്. ട്രൈ ചെയ്തിട്ട് പറയാം. ബൈ.